എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടപ്പാറ മലദേവർ നടയിലാണ്. ഇടപ്പാറ കാവ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് കാരമ്പേലി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരി പത്തനംതിട്ട റൂട്ടിൽ കാരമ്പേലി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്ത് ഉള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിന് ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിപുരാതനമായ ഒരു കാവാണ്. ഏതാണ്ട് കുരുക്ഷേത്ര യുദ്ധത്തോളം തന്നെ പഴക്കമുള്ളതായിട്ട് കരുതപ്പെടുന്നു. മലയച്ചനെയാണ് ഇവിടെ പ്രധാനമായി ആരാധിക്കുന്നത്. മലയച്ചൻ എന്നാൽ ദുശാസനാണ്, കൗരവരിലെ രണ്ടാമൻ. പാണ്ഡവരുടെ വനവാസകാലത്ത് അവരെ തിരക്കി കൗരവർ ഈ പ്രദേശങ്ങളിലെത്തിയെന്നും ദുശാസനൻ ഈ കാവിരിക്കുന്ന പ്രദേശത്ത് തപസ്സിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരാതായപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ആരാധന തുടങ്ങിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 100-ൽ പരം കാവുകളുള്ളതായിട്ട് പറയപ്പെടുന്നു. എല്ലാ വർഷവും വിഷുവിനാണ് ഈ കാവിൽ ഉത്സവം നടക്കുന്നത്. അതാണ് നൂറ്റാണ്ടുകളായി ഉത്സവം നടക്കാൻ തുടങ്ങിയിട്ട്. 85-90 കാലഘട്ടം വരെയും ഈ കാവിലെ പൂജാരിമാരെ ഊരാളിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവസാനത്തെ ഊരാളി എന്തോ ഒരു ചടങ്ങിനായിട്ട് കേരളത്തിന് വെളിയിൽ പോയി അദ്ദേഹം തിരികെ വന്നില്ല. അതിനുശേഷം അതേ കുടുംബത്തിൽ നിന്നൊരു ഊരാളിയെ നിയമിച്ചെങ്കിലും പൂർണ്ണ അർത്ഥത്തിലൊരു ഊരാളി എന്ന രീതിയിൽ ശോഭിക്കാൻ ആൾക്ക് സാധിച്ചില്ല. ഊരാളിമാരുടെ കാലഘട്ടത്തിൽ വിഷുവിന് 4 ദിവസം മുമ്പ് മലയെ വിളിച്ചിറക്കി കര മുഴുവൻ കൊണ്ടുപോയി ഊരാളി ഉറഞ്ഞു തുള്ളി എല്ലാ ഭക്തരുടെ വീടുകളിലും സന്ദർശനം നടത്തി വിഷുവിൻ്റെ അന്ന് വീണ്ടും തിരികെ കാവിലോട്ട് പ്രവേശിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ദീപാരാധനയ്ക്ക് ഇവിടെ കാവിൽ വന്ന് പ്രവേശിക്കുന്ന ഒരു രീതിയിലായിരുന്നു. കെട്ടുകാഴ്ചയോടുകൂടി മലദേവനെ ഇങ്ങനെ പാടത്തിൽ കൂടെ കാരമ്പേലി പാടശേഖരത്തിൽ കൂടി ഇങ്ങനെ സ്വീകരിച്ച് കാവിലോട്ട് കൊണ്ടുവന്ന് ആനയിച്ച് കാവിൽ കോട്ട കയറുന്ന ഒരു രീതിയാണ്. പക്ഷേ ആ ചടങ്ങ് ഇന്ന് നടക്കുന്നു. എന്നാൽ 2000-ന് ശേഷം ഇവിടെ കംപ്ലീറ്റ് മാറ്റങ്ങൾ സംഭവിച്ചു. കാവ് എന്നുള്ള സങ്കല്പം മാറി ക്ഷേത്രം എന്ന രീതിയിലേക്ക് മാറി. ശിവപാർവതി പ്രതിഷ്ഠ നടത്തി, ഗണപതി, ഭദ്രകാളി, കുറേ ഉപദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠ നടത്തി ചുറ്റുമതിൽ കെട്ടി ഒരു മനോഹരമായ ക്ഷേത്രം എന്ന രീതിയിൽ തന്നെ ആക്കി. വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി തൊട്ട് 41 ദിവസം പൂജകളും മറ്റ് ചടങ്ങുകളും നടത്താൻ തുടങ്ങി. എല്ലാ മാസവും 1-ാം തീയതി നട തുറന്ന് പൂജകൾ തുടങ്ങി, സപ്താഹം നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ക്ഷേത്രം എന്ന രീതിയിലേക്ക് ചടങ്ങുകൾ മാറി. ഈ പറഞ്ഞതാണ് ഇടപ്പാറ കാവിൻ്റെ ഒരു ചെറിയ ചരിത്രം. എന്നാൽ ഈ കാവ് ഇപ്പോൾ വളരെ പ്രശസ്തമായി. കേരളം മുഴുവൻ, മലയാളികൾ മുഴുവൻ, ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ കാവ് വളർന്നു. 2018-ൽ ഒരു സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് ഈ കംപ്ലീറ്റ് എല്ലായിടത്തും ഈ കാവിൻ്റെ ചരിത്രം എത്താൻ തുടങ്ങിയത്. ഈ കാവിൽ ഒരു മുസൽമാനെയും ആരാധിക്കുന്നു. മറ്റാരുമല്ല, ശ്രീ സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയെയും ഇവിടെ ആരാധിക്കുന്നു. ഈ ആരാധന എന്നു തൊട്ടാണ് ഇവിടെ തുടങ്ങിയത് എന്ന് വ്യക്തമായി ഒരു മനുഷ്യനും അറിയില്ല. ഒരു എഴുതപ്പെട്ട രേഖയുമില്ല. പക്ഷെങ്കിൽ ഈ പ്രതിഷ്ഠ ഇപ്പോൾ കാണുന്ന പ്രതിഷ്ഠ വെച്ചത് ഏതാണ്ട് 1980-ന് ശേഷമാണ്. പക്ഷെ അതിനു മുൻപും ഇവിടെ കായംകുളം കൊച്ചുണ്ണി എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ മോഷണം നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൊച്ചുണ്ണിയെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചാൽ ആ മോഷണം മുതൽ തിരികെ കിട്ടും എന്നാണ് ഈ നാട്ടുകാരുടെയും പരിസരത്തുള്ള കരക്കാരുടെയും വിശ്വാസം. കായംകുളം കൊച്ചുണ്ണി 1818-ൽ കാർത്തികപ്പള്ളിക്ക് അടുത്തുള്ള കോട്ടുകുളങ്ങരയിൽ ജനിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം സമ്പന്നരിൽ നിന്നും മോഷണം നടത്തി പാവം പിടിച്ചവർക്ക് കൊടുത്ത് ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതക്രമം. മരണം അതുപോലെ തന്നെ 41-ാം വയസ്സിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് മരണം നടന്നത്. അദ്ദേഹത്തിന് കബറടക്കിയിരിക്കുന്നത് പേട്ട ജുമാ മസ്ജിദിലാണ്. പക്ഷേ എങ്ങനെയാണ് ഇദ്ദേഹം കാരമ്പേലിയുമായിട്ട് ഉള്ള ചരിത്രം എന്നതിനെക്കുറിച്ച് ഒരു ആധികാരികമായ രേഖയുമില്ല, ഒരു അറിവുമില്ല. ഈ കാവും അതിൻ്റെ ചുറ്റുപാടും കാണുമ്പോൾ ഇപ്പോഴും ആ പഴയ കാവിൻ്റെ ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ ഈ കാവിൻ്റെ പരിസരവും
ചുറ്റുപാടും എല്ലാം മനോഹരമായി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന ഈ ക്ഷേത്ര ഭാരവാഹികളെ, ക്ഷേത്ര ട്രസ്റ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വരിക, ഇവിടുത്തെ പ്രകൃതി ഭംഗിയെ കണ്ട് ആസ്വദിക്കുക. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചെറുപ്പം തൊട്ടേ ഞാൻ കേട്ട കഥകളും വായിച്ച ചരിത്രവും അതെല്ലാമാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ആ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന നമ്മളെ ബൈ.